1 2 3 4 5. അപ്പോൾ 5 ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഏകദേശം ഇതിനൊരു എത്ര 10-80 വർഷം പഴക്കം ഉണ്ടാവും. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഡെയിലി വ്ളോഗ് എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൊത്തം വീട്ടിലിരുന്ന് തന്നെയാണ് വ്ളോഗിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മുല്ലകളെല്ലാം ഈ സൈഡിലോട്ടാക്കി. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കുറച്ച് മുല്ല കൃഷി ഉണ്ടെന്ന്. അപ്പോൾ മുല്ലകളെല്ലാം ഒരു സൈഡിലോട്ട് വേണമെന്ന് വെച്ചാൽ കൃഷി മറ്റേ വെജിറ്റബിൾസും മറ്റേ മുല്ലയും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടിനും പരിപാലിക്കാനായിട്ടുള്ളതൊക്കെ. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ചെയ്യണം. പക്ഷേ മുല്ലകൾക്ക് അധികം ചെയ്യേണ്ട, ജസ്റ്റ് കുറച്ച് ഒരാഴ്ച 1.5 ആഴ്ച അല്ല 2 മാസം കൂടുമ്പോൾ വല്ലതും ചാണകം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് മുല്ലകളെല്ലാം ഈ സൈഡിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾസ് കുറച്ച് വഴുതനങ്ങയുടെ ഒരു ഏരിയയിലുണ്ടായിരുന്നു, അവിടെ ഇവിടെ ആയിട്ട് കിടന്നേച്ചാണ്ടോ എല്ലാം. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഒരു സൈഡിലോട്ട് ആക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ മുല്ല മൊത്തം ഈ സൈഡിലോട്ട് ആക്കിയിട്ടാണ്. ഇവിടെ ഒരു 4-5 തൈയും, പിന്നെ അതിവിടെ 2 പിന്നെ ഇവിടെ 1, പിന്നെ 2-3 കൂടി. അപ്പോൾ അതിനകത്ത് വേറെ കുറച്ച് ചെടികളുണ്ട്. അതായത് തക്കാളിയുടെ വിത്ത് അതിനകത്ത് നമ്മൾ പഴയ വിത്ത് ഇട്ടതാണ്, അത് മുളച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. നമ്മൾ തക്കാളി എടുത്ത് മാറ്റിയതിന് ശേഷം ആ മുല്ലയുടെ ചെടി ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ വന്നാൽ ക്യാമറയിൽ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല, എന്നാലും ഇവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഈ സൺസെറ്റിൻ്റെ സമയത്ത് നല്ല രസമായിട്ട് ഈ ചെടി കാണാൻ പറ്റുന്നുണ്ട്. മുല്ലയുടെ ചെടികളെല്ലാം ആ സൈഡാണ്, അവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ വീഡിയോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മിഞ്ഞാന്ന് നട്ട ചെടികൾ. VFPCക്ക് എന്ന് മേടിച്ച ചെടികളാണ് അവിടെയാണുള്ളത്. അതായത് ഇനി വെള്ളം ഒഴിക്കണം, ഭയങ്കര ചൂടാണ്. ടാങ്കിലെ വെള്ളം നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം ഒഴിക്കാമെന്ന് ഇരിക്കണേന്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെയാണ് ഞാൻ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും കേട്ടോ. ആ സമയത്ത് സെറ്റ് ചെയ്താണിത്. അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം ചെള്ളയിട്ട് കിടക്കണമായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തു. ഇവിടെയൊക്കെ മൊത്തം തെന്നലുണ്ടായിരുന്നു, അതായത് വഴുക്കലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇതൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വഴുതനങ്ങയുടെ ചെടികളാണിത്. ഇപ്പോഴും ആകുന്നുണ്ട്, 1-2 ആയിട്ടാണ് ആകുന്നത്. അതായത് കുറച്ചും കൂടി വളങ്ങൾ സെറ്റ് ചെയ്യണം ഇതിൽ. അപ്പോൾ ഇതും കഴിഞ്ഞ വർഷത്തെ തന്നെയാണ്. ഇതിനകത്തൊരു 3 ആയി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നട്ടതാണ് ഇതും വഴുതനങ്ങ. അപ്പോൾ 2-3 വഴുതനങ്ങയുടെ ചെടി അപ്പുറത്തും ഉണ്ട്, 2-3 ചെടി അപ്പുറത്തും ഉണ്ട്. അപ്പോൾ 2-3 ചെടികൾ ഇപ്പുറത്തും ഉണ്ട്. ഇതൊക്കെ 2 ദിവസം മുമ്പ് നട്ടതാണ്. അപ്പോൾ അതും കൂടി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഓരോ സെക്ഷനായിട്ട് മാറ്റും. അതായത് വഴുതനങ്ങയുടെ ഒരു ഭാഗം, പിന്നെ വെണ്ടയ്ക്ക ആ സൈഡിൽ ചെയ്യാനാണ് പരിപാടി. പിന്നെ വളർന്നു വരുന്നോളം പിച്ചിങ്ങ, അച്ചിങ്ങ, വെണ്ടയ്ക്കയുടെയൊക്കെ ഓരോ സെക്ഷനായിട്ട് മാറ്റാനാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു സ്വീറ്റ് കഴിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 1-2 ആഴ്ചയായിട്ട് സ്വീറ്റ് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ലോക്ക്ഡൗണും ആണ്, പിന്നെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് പുറത്ത് കടകളൊന്നും അധികം തുറങ്ങുന്നില്ല. പിന്നെ അധികം ഞാൻ കടകളിലോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇനിയാണ് കുറച്ച് ഫുഡ് ബ്ലോഗുകളും കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഞാനിന്ന് ഫുഡ് ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ചെടികളെല്ലാം നനച്ചിട്ട് നമ്മൾ നേരെ ഇനി അടുക്കളയിൽ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ അടുക്കള കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അവിടെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഒരു ഡിഷ് എന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്? മൈദാപ്പൊടി കൊണ്ടുള്ള ഒരു ഡയമണ്ട്. ഓക്കെ, അപ്പോൾ മൈദാപ്പൊടി കൊണ്ടിട്ടുള്ള ഒരു മധുര പലഹാരം കൊണ്ട് ചെയ്യാം. ഡയമണ്ട് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടാവും നിങ്ങളല്ലേ? ഡയമണ്ട്, അതിന് ഡയമണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഡയമണ്ട് എന്നാണ് അതിനെ പറയണത്. അപ്പോൾ അതിൻ്റെ സ്വീറ്റും ഉണ്ട്, പിന്നെ എരിവുള്ളത് ഡയമണ്ടും ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ബേക്കറികളിൽ എല്ലാം ഇത് കിട്ടുന്നുണ്ട്, ഡയമണ്ട് എല്ലാം. ഈ സ്വീറ്റ് ആണെങ്കിലും കിട്ടും, പിന്നെ എരിവുള്ളതിൻ്റെയും കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ഇപ്പോൾ ബേക്കറികളിൽ പോയിട്ട്. കൊറോണയുടെ പ്രശ്നം കൊണ്ട് നമ്മൾ ആരും ഇപ്പോൾ അധികം ബേക്കറിയിലോ പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കഴിക്കണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റായിട്ടുള്ള ഡയമണ്ടാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ വേണ്ടത് 1 ഗ്ലാസ് മൈദ, പിന്നെ
ഒരു ഗ്ലാസ് പഞ്ചസാര, ഒരു ഗ്ലാസ് മതിയാ. പിന്നെ ഇത് നമുക്ക് ഡയമണ്ട് മുറിക്കാനുള്ള സാധനമാണ്. നമ്മൾ ഡയമണ്ട് ചപ്പാത്തി പോലെ ഉണ്ടാക്കണം. ആദ്യം ചപ്പാത്തി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതിനു മുമ്പ് ഏലക്കയും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡയമണ്ട് ഉണ്ടാക്കണ ആദ്യം ചപ്പാത്തി പോലെ പരത്തണം. ചപ്പാത്തി പോലെ പരത്തിയതിന് ശേഷമാണ് ഈ ഡയമണ്ട് കട്ട് ചെയ്യണം. അതൊക്കെ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവ് കുഴയ്ക്കണം. അതായത് ചപ്പാത്തി കുഴക്കണ പോലെ തന്നെ മാവ് നമ്മൾ വെള്ളമിട്ട് കുഴച്ചതിന് ശേഷം, അപ്പോൾ ആദ്യം തന്നെ മൈദ, ഒരു ഗ്ലാസ് മൈദ എടുത്തതും നമ്മൾ അതിനകത്തിട്ടു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ക്വാണ്ടിറ്റിയാണ്, നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നല്ലോണം കുഴച്ച് വെള്ളം ആവശ്യത്തിന് യൂസ് ചെയ്യുക. മാവ് നല്ലോണം കുഴച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളെ ചപ്പാത്തി മാവ് സെറ്റായി. ഇനി അത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തി പോലെ അത് പരത്തണം. യെസ്, അപ്പോൾ ചപ്പാത്തി പോലെ പരത്തണം. അപ്പോൾ ഇതിൻ്റെ 1 2 3 4 5, അപ്പോൾ 5 ഉണ്ടകളാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. നമ്മുടെ മൈദമാവിടെ 5 ഉണ്ടകളാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ അതിന് ചപ്പാത്തിയായിട്ട് പരത്തണം. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് അതാണ്, ഇനി ചപ്പാത്തി പുരട്ടണം. അപ്പോൾ ഇനി അത് ചപ്പാത്തി രൂപത്തിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ട് ആ നമ്മൾ ഉണ്ടാക്കിയ ഉണ്ടയിൽ കുറച്ച് പുരട്ടി, അതായത് ആ കറക്റ്റായിട്ട് ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടി, റൗണ്ട് ആകാൻ വേണ്ടി അല്ലേ, പരത്തുമ്പോൾ ഈസി ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി നമ്മൾ സെറ്റാക്കിയിട്ട്, മൈദയുടെ ചപ്പാത്തി കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലേ, നമ്മൾ എല്ലാ തരത്തിലുള്ള ഡിഷ് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മുടെ ടൈം പോകുന്നവരും നമ്മൾ ഫാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട് നമ്മൾ പോയി ബേക്കറിയിൽ പോയി മേടിക്കും. പിന്നെ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. ബേക്കറി പോയി മേടിക്കാറുണ്ടായിരുന്നില്ലേ? ഇതല്ല, ഇതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഡയമണ്ടിൻ്റെ കാര്യമല്ല, ബാക്കി നമ്മൾ മിക്സ്ചറാണെങ്കിലും എല്ലാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുന്ന ബ്ലോഗുകളെല്ലാം നമ്മൾ ഇവിടെ തന്നെ പരീക്ഷിക്കാനുള്ള പരിപാടി. പരീക്ഷണമല്ല, നേരത്തെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കണേന് ടൈം പാസ് ആക്കാനാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ബ്ലോഗുകളായിട്ട്, ഫുഡ് ബ്ലോഗായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ 3ാമത്തെ ചപ്പാത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി 2 കൂടി ഉണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വെയിറ്റ്, അത് ഞാൻ ചെയ്യാം. ഒരു മിനിറ്റ്, ഞാനും ഒന്നും പരീക്ഷിച്ച് നോക്കട്ടെ. നമ്മൾ ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ ഏത് ആകൃതിയിലാണ് കിട്ടണം നമുക്ക് നോക്കാം. കുഴപ്പമില്ല, ചെറിയ റൗണ്ടായിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് വേണ്ട കേട്ടോ. നമുക്ക് ഒരു ഗ്ലാസ്, ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരും അല്ലേ, ഒരു ഗ്ലാസ്. നമ്മൾ ആവശ്യത്തിനാണ് ഇപ്പോൾ പഞ്ചസാര എടുത്തേക്കണത്. നമ്മൾ എടുത്തേക്കണ ആകെ കുറച്ചാണ്, 4 ചപ്പാത്തിയാണ്. അപ്പോൾ അതിനകത്തൊരു എല്ലാം നമ്മൾ ഡയമണ്ട് കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു 100 എണ്ണം കിട്ടുമായിരിക്കും അല്ലേ? 100 എണ്ണം കിട്ടുമോ? എൻ്റെ ദൈവമേ, ഇത് വേറൊരു പണി വാളിന്നാ തോന്നണേ. അപ്പോൾ ഏകദേശം നമ്മുടെ ഗോളാകൃതിയിൽ നമ്മൾ സെറ്റായി കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി പോലെ. ഞാൻ വിചാരിച്ച് നമ്മുടെ ആഫ്രിക്കയോ അന്റാർട്ടിക്കയോ ഏതൊരു ഭൂപടം കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. കണ്ട, നമുക്ക് നല്ല റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5. അപ്പോൾ 5 ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഇത് ഡയമണ്ട് രീതിയിൽ കട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ ഡയമണ്ട് എന്ന് പറയണം. നമ്മൾ റൗണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് വേറെ എന്തെങ്കിലും പേരിടാം നമുക്ക് അല്ലേ. ഇത് ഈ ഡിഷ് ഡയമണ്ടാണ് പണ്ട് പോലെ ഉള്ളത്, അതുകൊണ്ട് നമ്മൾ ഡയമണ്ടായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യണത് ഇത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യണത് ഡയമണ്ട്. അപ്പോൾ കാണിച്ചു തരാം. മുതൽ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുക്കും. ഇതുണ്ടോ, നമ്മളിങ്ങനെ പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതിങ്ങനെ വെക്കും. എന്നിട്ട് ഒരു ചപ്പാത്തി നമ്മൾ ഇതിൻ്റെ പൊക്കത്തോട്ട് വെക്കും. ഡയമണ്ടായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. ഫസ്റ്റ് നേരെ കട്ട് ചെയ്യും കേട്ടോ. 1 2 3 4 5 5. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് അതേപോലെ 1
2 ഇപ്പോൾ കണ്ടോ ഡയമണ്ട് രീതിയിലോട്ട് വരുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യണത് ഡയമണ്ട് രീതിയിലോട്ട് ആയിക്കൊണ്ടിരിക്കണേന്. യെസ്, അപ്പോൾ ഒരു ചപ്പാത്തി നമ്മൾ ഡയമണ്ട് രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. വിടിയിച്ചെടുക്കണ്ട, അതേപോലെ എടുത്ത് ഇടാൻ നമുക്ക് വേണമെങ്കിൽ മറ്റേ ചട്ടിയിൽ അല്ലേ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, ഒരു ചപ്പാത്തി നമ്മൾ ഡയമണ്ട് രീതിയിൽ കട്ട് ചെയ്തു. ഇനി അത് വറക്കാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി അല്ലേ? അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. ഗ്യാസ് ഓൺ ചെയ്തു. ഇനി ചീനച്ചട്ടിയിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കണം. ഒഴിച്ചോളൂ. വെള്ളം പറ്റി ചൂടാവണോ അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഇടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് വെള്ളമുണ്ട് അതിനകത്ത്, അതൊന്ന് കഴുകി വെച്ചുകൊണ്ട് അത് ചൂടാകണം. അപ്പോൾ ചൂടാകാൻ ഒരു 2 മിനിറ്റ് സമയമെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ ഒഴിക്കും. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ വറുത്ത നമ്മുടെ ഡയമണ്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണം കേട്ടോ, കോരി. അതേപോലെ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചട്ടകം വെച്ചാണ് നമ്മൾ ഇളക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2 ആയുധങ്ങളാണ് ഇതിനു വേണ്ടി വേണ്ടത്. ഒരെണ്ണം കോരിയും ഒരെണ്ണം ചട്ടകം. എണ്ണ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ടപ്പോൾ സാധനം അത്യാവശ്യം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഡയമണ്ട് നമ്മൾ ഇങ്ങനെ ചട്ടിയിലിട്ട് വറക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അതിനെ, അല്ലെങ്കിൽ ഒട്ടി നിൽക്കും. നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടി നിൽക്കും. അതുകൊണ്ട് ഓരോന്നിൻ്റെ പൊക്കത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ നല്ലോണം ഫ്രൈ ആണോ? അത് ഏതാണ്ട് ഫ്രൈ ആയി അല്ലേ? അത്യാവശ്യം 2 സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തി കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനി എല്ലാം വറുത്തെടുക്കണം. അതിന് ശേഷം അടുത്ത പ്രൊസഷൻ ഇത് കണ്ടോ, ഇത് നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്. നോർമലി ഞങ്ങൾ ഇങ്ങനെയാണ് ഇടാറ് കേട്ടോ, അതേപോലെ പേപ്പർ എടുത്ത്, അപ്പോൾ ഒട്ടി നിൽക്കില്ല. നമ്മൾ കയ്യിൽ വെച്ചെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒട്ടി നിൽക്കും, കയ്യിൽ തന്നെ ഒട്ടിയത്. അപ്പോൾ നമ്മുടെ ഡയമണ്ട് എല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കണത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്ത് ഷുഗർ അതായത് മധുരം ആഡ് ചെയ്യാൻ കേട്ടോ. മധുരവും പിന്നെ നമ്മുടെ ഏലക്കയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ നമുക്ക് കുറഞ്ഞതൊരു 3-4 മണിക്കൂർ എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ചൂടായിരിക്കണ ഡയമണ്ട് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഡയമണ്ട് നല്ലോണം തണുത്തിട്ടുണ്ട്. ഓടിൻ്റെ പാത്രമാണ് ഇട്ടത്. ഓടിൻ്റെ ചെറിയൊരു ഉരുളിയാണ്. ഏകദേശം ഇതിനൊരു 10-80 വർഷം പഴക്കം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയതാണിത് അവിടെ നിന്ന് അല്ലേ? 10-80 വർഷം പഴക്കമുള്ള ഉരുളി. അപ്പോൾ അതിൽ നമുക്ക് കത്തിച്ചോ. അപ്പോൾ ഉരുളി ചൂടായി. അപ്പോൾ ചൂടായപ്പോൾ തന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ട് അതിനകത്ത് അത് ഉരുകി വരാനായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം അതിനകത്ത് യൂസ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇളക്കുക.
അപ്പോൾ പഞ്ചസാരയും വെള്ളം കൂടി മിക്സായി അത്യാവശ്യം ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. ഒരു കോമള പോലെ വരുന്നത് കണ്ട. അപ്പോൾ പഞ്ചസാരയും വെള്ളവും കൂടി ഇട്ടിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണേ അമ്മ. അപ്പോൾ അത് ചൂടോടെ തന്നെ നമുക്ക് ആ ഡയമണ്ട് അതിൻ്റെ ഉള്ളിലിടണം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കണം, എന്നാലാണ് അത് കൊള്ളുള്ളൂ. എല്ലാ ഡയമണ്ടിലും കൊള്ളണം. അതുകൊണ്ട് അത് ചൂടോടെ തന്നെ എടുത്തിടണം അല്ലേ. അപ്പോൾ ആ വെള്ളവും ശർക്കരയും കൂടി അലിഞ്ഞ് ഒരു ലിക്വിഡ് പോലെ ആയിട്ടുണ്ട് അല്ലേ. ലിക്വിഡാണ് അതിന് പറയുന്നത്. എന്താണ് പറയുന്നത് മലയാളത്തിൽ? പാനിയ, പഞ്ചസാര പാനി, ലിക്വിഡ് എന്ന് പറയാം. അതിന് കറക്റ്റ് വേർഡ് മലയാളത്തിൽ എന്താണെന്നറിയില്ല. കൊങ്ങിണിയിൽ എന്താ പറയണേ? നമ്മൾ കൊങ്ങിണിയിൽ അതിനെ പാങ്കു എന്ന് പറയും കേട്ടോ. പാങ്കു കന്നഡ കൊങ്ങിണിയിൽ. അപ്പോൾ അതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്ക് ഓർമ്മ തന്നെയില്ല. അപ്പോൾ ഒരു ലിക്വിഡ് പോലെ ആകും. ആ ലിക്വിഡ് ഇങ്ങനെ നമ്മൾ പാനി എന്ന് പറയുമോ? എനിക്കറിയില്ല. അപ്പോൾ ഒരു ലിക്വിഡ്, അപ്പോൾ പഞ്ചസാരയുടെ ഒരു ലിക്വിഡ് പോലെ ആകും അത്. ഇപ്പോൾ അത് വെന്തിരിക്കണ പഞ്ചസാരയിൽ ഡയമണ്ട് ഇടുന്നതാണ്. ശരിക്കും ഇളക്കണം കേട്ടോ, എന്നാലാണത് ഇതാവുള്ളൂ. എല്ലാം കേട്ടോ. ലഗ്ഗാനോ സെറ്റാക്കി. ഇപ്പോൾ ഏലക്കപ്പൊടി കേട്ടോ, ഏലക്ക പൊടിച്ചത് അതിനകത്തോട്ടിട്ട് നമ്മൾ ഇനി അതൊന്നും കൂടി ഇളക്കണം നല്ലോണം. ഡയമണ്ട്, സ്വീറ്റ് ഡയമണ്ട് റെഡി ആയിട്ടാ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? തരൂ. ചൂടാണോ? നാക്ക് കൊള്ളൂ. ആ മതി. അപ്പോൾ ഇതിൽ ഈ ഡയമണ്ടിൽ ചുറ്റിനുമില്ലേ നമ്മുടെ പഞ്ചസാരയുടെ ആ ലിക്വിഡില്ലേ, ആ ലായനി, അത് ചുറ്റിനും നല്ലോണം പറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ നിന്ന് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പഞ്ചസാരയുടെ സ്മെല്ലും ഏലക്കപ്പൊടി അതിനകത്ത് പൊക്കത്തിട്ടപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലില്ല, കിടിലൻ സ്മെല്ലാണ് അതിനത്. കഴിച്ചു നോക്കാം. നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്. ഏലക്ക കുറച്ചും കൂടി ഇടണമായിരുന്നാണ്. അടിപൊളിയായിട്ടുണ്ട്. സ്വീറ്റ് ഡയമണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെയാണ് നമ്മളിത് ഷൂട്ട് ചെയ്തേക്കണം. ബാക്കി ബാലൻസ് വീഡിയോ കേട്ടോ. കാരണം നമുക്ക് ഡയമണ്ട് തണുക്കാൻ വേണ്ടി വെക്കണമായിരുന്നു. തണുക്കാൻ ഒരു 3 മണിക്കൂറോളം വെക്കണമായിരുന്നു. അതിനുശേഷമാണ് ആ ശർക്കര പാനീയത്തിലോട്ട് മിക്സ് ചെയ്യേണ്ടിയിരുന്നത് വെച്ചാൽ. ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു. ഒരു അരമണിക്കൂറോളം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേക്ക് വേണ്ടി നമ്മളത് വെച്ചു. അതുകൊണ്ടാണ് പകലായത്. ഇന്നലെ രാത്രിയാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഡയമണ്ടിന്. അപ്പോൾ ഇത് സ്വീറ്റ് ഡയമണ്ട് ആയിരുന്നു. ഇനി സ്പൈസി ആയിട്ടുള്ള ഡയമണ്ട് നമ്മളൊരു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.